മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മി വഴി പിഴച്ചതുപോലെ കരുണയും വഴി പിഴച്ചു പോയോ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഉണ്ണിയാണെങ്കിൽ നിയന്ത്രണം വിട്ട് പല അപവാദങ്ങളും കരുണയോട് മുഖത്തു നോക്കി പറയുന്നുണ്ട്. കരുണയാണെങ്കിൽ ഇന്ന് വരെ ഉണ്ണി വഴക്ക് പറഞ്ഞിട്ടേ ഇല്ല. പല കാര്യങ്ങളിലും ഉണ്ണി അപമാനിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ണി അതെല്ലാം സഹിച്ച് നിൽക്കത്തേ ഉള്ളൂ. മറുത്തൊരു മറുപടി പോലും പറയാറില്ലാത്ത ഉണ്ണിയാണെങ്കിൽ ഇന്ന് വേദനിപ്പിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം കരുണയെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് തറപ്പിച്ച് നിൽക്കുവാണ് കരുണ. കാരണം വഴിപിഴച്ചു പോയ മഹാലക്ഷ്മിയും അതുപോലെ കരുണയും ഒരമ്മയുടെ മക്കളായതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒരേ സ്വഭാവം വരാൻ സാധ്യതയുണ്ടെന്ന് ഉണ്ണി പറയുമ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് കരുണയാണെങ്കിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡോക്ടറാണെങ്കിൽ വന്ന് ഉണ്ണിയോട് പറയുന്നുണ്ട്, ഞാൻ അന്നേ പറഞ്ഞിരുന്നില്ലേ 1 വർഷത്തേക്ക് കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട, കുറച്ച് ട്രീറ്റ്മെൻറ്റും കൂടി വേണമെന്ന്, മരുന്ന് പ്രോപ്പറായിട്ട് കഴിച്ചാൽ മതി, മാറ്റം ഉണ്ടാകുമെന്ന് പറയുന്ന സമയത്ത് എനിക്കല്ല മരുന്ന് വേണ്ടുന്നത്, ഇയാൾക്ക് എന്തോ ഭയങ്കര സൂക്കേടാ എന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ ഡോക്ടറിൻ്റെ മുമ്പിൽ വെച്ച് ഉണ്ണിയെ നന്നായിട്ട് അപമാനിക്കുന്നു. അങ്ങനെ വണ്ടിയിലേക്ക് കയറുന്ന കരുണയുടെ മുഖത്ത് ഉണ്ണി നോക്കുന്ന സമയത്ത് കരുണ ആകെ കലി പിടിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാകുന്നു. ഒരു ഘട്ടം എത്തുമ്പം കരുണ കാറ് നിർത്തിച്ച് നടു റോഡിലിറങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഉണ്ണിയുടെ കരണം പൊട്ടിച്ച് 2 അടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടി കിട്ടി കരുണയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. എങ്കിലും കരുണ ഒരു വിധത്തിലും സമാധാനിക്കുന്നില്ല. മാത്രമല്ല മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കല്ലേ എന്ന് ഉണ്ണി പറയുന്നത് പോലും കേൾക്കാതെ നന്നായിട്ട് അപമാനിക്കുന്നു. വഴിയിൽ ഒത്തുകൂടിയവരും കൂടി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവരുടെ മേലും തട്ടിക്കയറുന്നുണ്ട് കരുണ. ശേഷം സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കിയാൽ മതി, ഇനി ഒരിക്കലും എനിക്ക് തന്നെ പോലൊരു വൃത്തികെട്ടവനോടൊപ്പം ജീവിക്കേണ്ട. നിങ്ങളൊക്കെ ജീവിക്കുന്നത് ചേട്ടൻ്റെ ദാനത്തിൻ്റെ പുറത്താണ്, പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ ഒരുപാട് സമ്പത്തിനുടമയാണ്. എനിക്ക് നിങ്ങളുടെ വായിലിരിക്കുന്നത് കേട്ട് സഹി കേട്ട് അവിടെ താമസിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയാണെങ്കിൽ ഇറങ്ങി വരുന്ന സമയത്ത് കരുണ ചോദിക്കുന്നു, എങ്ങോട്ടേക്കാണ് എൻ്റെ പിന്നാലെ വരുന്നത്? എൻ്റെ വീട്ടിലേക്കുള്ള വഴി എനിക്ക് വ്യക്തമായിട്ട് അറിയാം, നിങ്ങൾ കൂടെ വരണമെന്നില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് അമ്മയോട് ചെന്ന് സത്യങ്ങൾ പറ എന്നും പറഞ്ഞ് കളിയാക്കി വിടുന്നുണ്ട്. എന്നാൽ കരുണ കലി പിടിച്ച് വരുന്നത് കണ്ടിട്ട് മോഹിനിയമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. വീണ്ടും ഉണ്ണിയായിട്ട് തെറ്റിപ്പിരിഞ്ഞ് വന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മോഹിനിയമ്മ ചോദിക്കുന്നു, വീണ്ടും നീ ഉണ്ണിയോട് വഴക്ക് കൂടിയിട്ടാണോ വന്നത്? എന്താ മോളെ ഇങ്ങനെ? നിനക്ക് സന്തോഷത്തോടെ ഉണ്ണിയോടൊപ്പം താമസിച്ചുകൂടെ? അവനൊരു പാവം പയ്യനല്ലേ, അമ്മ കൂടുതൽ ഉപദേശിക്കുകയൊന്നും വേണ്ട. അമ്മയുടെ മോളും പിന്നെ നല്ല പെരുമാറ്റമല്ലേ കാണിക്കുന്നത്. നിങ്ങളുടെ സ്വഭാവം കാരണം ഞാനും അത്തരക്കാരിയാണോ എന്നാണ് പലർക്കും സംശയം. എന്നെയും കൊണ്ട് കൂടുതലൊന്നും പറയിക്കേണ്ട എന്ന് പറയുന്ന സമയത്ത് നിയന്ത്രണം വിട്ട് മോഹിനിയമ്മയാണെങ്കിൽ പല കാര്യങ്ങളും തുറന്നു പറയുന്നു. നിൻ്റെ അച്ഛനും മുത്തശ്ശിയും മാത്രമാണ് നല്ലത്, ഞങ്ങളെല്ലാം കൊള്ളാത്തവരാ എന്നല്ലേ നീ പറയുന്നത്. പക്ഷെ നീ ഒരു കാര്യം മറക്കണ്ട, ഉണ്ണിയുടെ അച്ഛനെ, അതായത് കണ്ണനും അവൻ്റെ അച്ഛനും കൂടി സഞ്ചരിച്ച ബുള്ളറ്റിലേക്ക് ലോറി പാഞ്ഞു കയറ്റിയത് മറ്റാരുമല്ല, നിൻ്റെ അച്ഛൻ തന്നെയാണ്. എന്താ അമ്മ ഈ പറയുന്നത്? ചുമ്മാ അച്ഛനെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഇല്ലാ കഥയൊന്നും പറയണ്ട. ഇല്ലാ കഥയൊന്നുമല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. അതറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് മഹാലക്ഷ്മി മോള് കണ്ണൻ്റെ ജീവിതത്തിലേക്ക് പോയത്. ആ സത്യം നേരിട്ട് കണ്ട ഏക വ്യക്തിയാണ് എൻ്റെ മോള് മഹാലക്ഷ്മി. അവളുടെ കണ്ണാലെ നേരിട്ട് കണ്ട കാര്യമാണ്. അമ്മ പറയുന്നത് കേട്ടിട്ട് ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ അച്ഛൻ സത്യം തുറന്നു പറയണം, അച്ഛൻ പറയാതെ ഞാൻ വിശ്വസിക്കില്ല എന്നും പറഞ്ഞ് കരുണയാണെങ്കിൽ ആ ഒറ്റ പോക്കിന് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഡോറ് തട്ടി വിളിക്കുമ്പോഴത്തേക്കും വീണ്ടും മാർക്കോ വന്ന് ശല്യം ഉണ്ടാക്കാൻ വന്നിയാണോ എന്നുള്ള പേടിയിൽ പേടിച്ച് വിറച്ച് നമ്മുടെ മുത്തശ്ശി ഡോറ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും കരുണ വന്ന് നിൽക്കുന്നു. ആ ഇതാരാ? കരുണ മോളെന്താ വിളിച്ചു പറയാഞ്ഞേ? ഉണ്ണിമോൻ വന്നില്ലേ മോളെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉണ്ണിമോനും ആരും ഒന്നും വന്നിട്ടില്ല, ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയുമ്പോഴത്തേക്കും നീ എന്തിനാ മോളെ ഇവിടെ നിൽക്കുന്നത്? വാ, അകത്തേക്ക് വാ എന്നും പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ കരുണയെ കൂട്ടി അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ മുഖത്ത് നോക്കി കരുണയാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇന്നൊരു സത്യം അറിഞ്ഞ് അതിൻ്റെ വാസ്തവം അറിയാൻ വേണ്ടിയിട്ട് വന്നതാ. കണ്ണേട്ടൻ വീൽ ചെയറിലാകാനും കാരണം അച്ഛനാണോ? മോളെ, നിന്നോട് ഈ കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞ്? ഇതാരാ നിന്നോട് പറഞ്ഞെന്ന് പ്രതാപൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചതിൽ വാസ്തവം ഉണ്ടോ ഇല്ലയെന്ന് ആദ്യം അച്ഛൻ പറ. അതല്ല മോളെ, നിന്നോട് ഈ കാര്യം ആരാ പറഞ്ഞത്? ഉണ്ണിമോനുങ്ങാണാണോ? അല്ല, എൻ്റെ അമ്മ തന്നെയാണ് എന്നോട് പറഞ്ഞത്. മോളറിഞ്ഞ കാര്യമൊക്കെ സത്യം മോളെ. ഈ പ്രതാപൻ ആ വാമദേവൻ്റെ കൊട്ടേഷൻ പ്രകാരം കണ്ണൻ്റെ അച്ഛനെ കൊന്നതും കണ്ണൻ വീൽ ചെയറിലാകാൻ കാരണമെന്ന് മുത്തശ്ശിയാണെങ്കിൽ തുറന്നു പറയുന്നുണ്ട് കരുണയോട്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഈ സത്യം അറിഞ്ഞിട്ടും എന്നോട് പറയാഞ്ഞെന്താ? ഇപ്പോൾ അമ്മ പറഞ്ഞിട്ടാണല്ലോ ഞാൻ അറിഞ്ഞത്.
ഉണ്ണിയേട്ടനും കാണാം ഈ ഒരു സത്യം. എന്നെങ്കിലും അമ്മയുടെ വായിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം എന്താകും എന്നൊക്കെ ചോദിച്ച് കരുണയാണെങ്കിൽ സങ്കടപ്പെടുന്നു. ഒരു കാരണവശാലും മോഹിനിയും മഹാലക്ഷ്മിയും ഈ സത്യം കണ്ണനോടും അതുപോലെ ഉണ്ണിയോടൊന്നും പറയില്ല മോളെ. കാരണം ആ സത്യം തുറന്നു പറഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അവർക്ക് രണ്ടാൾക്കും അറിയാം. ഇപ്പം അമ്മ എന്നോട് ഈ സത്യങ്ങൾ പറഞ്ഞതുപോലെ നാളെ ഉണ്ണിയേട്ടൻ്റെ അമ്മയോടും പറയില്ലെന്ന് എന്താ ഉറപ്പ് എന്നും പറഞ്ഞ് കരുണയാണെങ്കിൽ നന്നായിട്ട് ചൂടാകുന്നു. അതേസമയം ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ വരുന്ന ഉണ്ണിയുടെ വണ്ടി കണ്ടിട്ട് ദുർഗയാണെങ്കിൽ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഉണ്ണി മാത്രമാണ് ഇറങ്ങി വരുന്നത്. എന്തിയും മോളെ കാണുന്നില്ലല്ലോടാ എന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ഉണ്ണി തുറന്നു പറയുന്നു. അത് കേട്ടതും ദുർഗയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. ദുർഗയും ഒരടി കൈ വീശി ഉണ്ണിക്ക് കൊടുക്കുന്നു. നീ പറഞ്ഞത് അന്തസ്സുള്ള ഏതൊരു പെൺകുട്ടിയും കേട്ട് കഴിഞ്ഞാൽ ക്ഷമിക്കുന്ന വാക്കാണോടാ? മഹാലക്ഷ്മി അങ്ങനെ ആയെന്ന് പറഞ്ഞുകൊണ്ട് നീ അതുപോലെയാണോ കരുണമോളെ കണ്ടിരിക്കുന്നത്? അവൾ ഒന്ന് ഒമിറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ പ്രഗ്നൻ്റ് ആയിരിക്കുമെന്ന്. പക്ഷേ അതിന് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവളെ അപമാനിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മഹാലക്ഷ്മി വഴി പിഴച്ചു പോയതിൻ്റെ ഭാഗമായിട്ടാ കരുണമോൾ എങ്ങനെയെങ്കിലും തിരിച്ച് കമലേശ്വരം തറവാട്ടിലേക്ക് വന്നത്. ഇനി ആര് ചെന്ന് വിളിച്ചാലും കരുണമോൾ തിരികെ വരുമോ? നീ എന്തൊരു മണ്ടത്തരായി കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ ഉണ്ണിയെ കുറ്റപ്പെടുത്തുന്നു. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ അതിന് മാപ്പ് പറയുകയും ചെയ്തതാ. എന്നിട്ടും അവൾ എന്നെ അപമാനിച്ചു പൊതുസ്ഥലത്ത് വെച്ച്. അതിൻ്റെ പേരിൽ മോളെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. മോളുടെ സ്ഥാനത്ത് ഞാനും കാണാമായിരുന്നെങ്കിൽ താലിമാല വലിച്ചു പൊട്ടിച്ച് നിന്റെ മുഖത്തെറിഞ്ഞിട്ടേ വരുവോളായിരുന്നു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം.